Hi all, +1 ബോട്ടണിയിലെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് ടോപ്പിക് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഓർ PGR, also called plant growth substances, plant hormones or phytohormones. PGR, that is plant growth regulators ആണ് ആദ്യത്തെ ടോപ്പിക്. സോ PGR അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഏതൊക്കെ പേരിൽ കൂടി അറിയപ്പെടും? That is plant growth substances, plant hormones, phytohormones. Plant growth regulators എന്ന ടേമിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ്. ഓക്കെ, പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഓർ PGR എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ സ്മോൾ സിമ്പിൾ മോളിക്യൂൾസ്. PGR സ്മോൾ മോളിക്യൂൾസ് ആണ്, സിമ്പിൾ മോളിക്യൂൾസ് ആണ്. ഡൈവേഴ്സ് കെമിക്കൽ കോമ്പോസിഷൻ, ഡൈവേഴ്സ് ഓർ ഡിഫറെൻറ്റ് കെമിക്കൽ സ്ട്രക്ചറിൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് കാണപ്പെടുന്നു. ദാറ്റ് ഈസ് ദേ ആർ കെമിക്കൽസ്, ദേ ആർ സ്മോൾ ആൻഡ് സിമ്പിൾ മോളിക്യൂൾ. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഈ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഏതൊക്കെ മോളിക്യൂൾസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ മോളിക്യൂൾസിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഇൻഡോൾ കോമ്പൗണ്ട്സ്. ഇൻഡോൾ ഡെറിവേറ്റീവ്സിന് എക്സാമ്പിളാണ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് IAA. ഇനി അഡിനിൻ ഡെറിവേറ്റീവ്സിന് എക്സാമ്പിളാണ് N6 furfuryl amino purine and kinetin. ഡെറിവേറ്റീവ്സ് ഓഫ് കെറോട്ടിനോയിഡ്സ്, കെറോട്ടിനോയിഡ്സിൻ്റെ ഡെറിവേറ്റീവ്സിന് എക്സാമ്പിളാണ് abscisic ആസിഡ് ABA. ടെർപീൻസിന് എക്സാമ്പിളാണ് ഗിബെർലിക് ആസിഡ് GA3. ഗ്യാസസ് എഥിലിൻ എക്സാമ്പിളാണ്. ഓക്കെ, C2H4. ഇവിടെ തന്നിരിക്കുന്ന ഓരോ സബ്സ്റ്റൻസസും പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, N6 furfuryl amino purine, kinetin, abscisic ആസിഡ്, ഗിബെർലിക് ആസിഡ്, എഥിലിൻ, ഇതൊക്കെയും പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻസ് ഇൻ എ ലിവിങ് പ്ലാന്റ് ബോഡി. സോ ലിവിങ് പ്ലാന്റ് ബോഡിയിലുള്ള ഫങ്ഷനെ ബേസ് ചെയ്ത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ നമുക്ക് ഡിഫറെൻറ്റ് ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്യാം. 2 ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആൻഡ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൽ ഉൾപ്പെടുന്ന 2 ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 ടൈപ്സ് ആണ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സും. പ്ലാന്റ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസും പ്ലാന്റ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺസും. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ്. പ്ലാന്റിൻ്റെ ഗ്രോത്ത്, അതായത് വളർച്ചയെ സഹായിക്കുന്ന സബ്സ്റ്റൻസസ് ഓർ ഹോർമോൺസ് ആണ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. ഇനി പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്നത്? ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ, സെൽ എൻലാർജ്മെൻറ്റ്, ഫ്ലവറിംഗ്, ഫ്രൂട്ടിംഗ്, സീഡ് ഫോർമേഷൻ എക്സെട്ര. സെൽ ഡിവിഷന് സഹായിക്കുന്നു, സെല്ലിൻ്റെ എൻലാർജ്മെൻറ്റിന് സഹായിക്കുന്നു, ഫ്ലവർ ഫോർമേഷന് സഹായിക്കുന്നു, പിന്നീട് ഫ്രൂട്ട് ഫോർമേഷന് സഹായിക്കുന്നു, സീഡ് ഫോർമേഷന് സഹായിക്കുന്നു. ഈ ഫങ്ഷൻസിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന ഹോർമോൺസ് ആണ്. എക്സാമ്പിൾ ഓക്സിൻസ്, ഗിബെർലിൻസ് ആൻഡ് സൈറ്റോകിനിൻ. ഓക്സിൻസ്, ഗിബെർലിൻസ്, സൈറ്റോകിനിൻസ് ഇതൊക്കെയും പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഈ പറഞ്ഞ എക്സാമ്പിൾസിൻ്റെ കൂടെ എഥിലിൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എഥിലിൻ 2 ഗ്രൂപ്പിലും ഉൾപ്പെടുന്ന ഹോർമോണാണ്. പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറും ആണ്, പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്ററും ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. സെക്കൻഡ് ഗ്രൂപ്പാണ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ വേരിയസ് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ്. പ്ലാന്റ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന, പ്രിവെൻറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. വിച്ച് ആർ ദ ആക്ടിവിറ്റീസ്? ഡോർമൻസി, ആബ്സിഷൻ എക്സെട്ര. ഡോർമൻസി, ആബ്സിഷൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഡോർമൻസി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സീഡ് ഉറങ്ങിക്കിടക്കുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, സോ സീഡ്സ് മുളക്കാതിരിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്, ദാറ്റ് ഈസ് ഡോർമൻസി. ഇനി ആബ്സിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും പാകമായി കഴിഞ്ഞാൽ അത് പഴുത്ത് താഴെ വീഴുന്ന പ്രോസസ്സാണ് ആബ്സിഷൻ. സോ ആബ്സിഷൻ ഹെൽപ്പ് ചെയ്യുന്നതും പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആണ്. എക്സാമ്പിൾ ആബ്സിസിക് ആസിഡ് ഒരു പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്.
എഥിലിനും ഏത് എക്സാമ്പിളിൻ്റെ കൂട്ടത്തിൽ വരും? പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സിൽ വരും. സോ എഥിലിൻ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറും കൂടിയാണ്, പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്ററും കൂടിയാണ്. ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ ദ ഗാഷിയസ് PGR ethylene could fit either of the groups, but it is largely an inhibitor of growth activities. എഥിലിൻ ഗാഷിയസ് ഹോർമോൺ ആണ്. ഓക്കെ, എഥിലിൻ രണ്ട് ഗ്രൂപ്പിലും ഉൾപ്പെടുന്നുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറിലും ഉൾപ്പെടുന്നുണ്ട്, പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്ററിലും ഉൾപ്പെടുന്നുണ്ട്. എന്നാലും കൂടുതലായി ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ലാർജ്ലി ആൻ ഇൻഹിബിറ്റർ ഓഫ് ഗ്രോത്ത് ആക്ടിവിറ്റീസ്. ഇനി ഓരോ ഹോർമോൺസും ഓരോ പ്ലാന്റ് ഹോർമോൺസും 1 by 1 ആയി പഠിക്കാം. Okay, so first one, auxin. Auxin is derived from the Greek word auxin, which means to grow. ഗ്രീക്ക് വേർഡായ ഓക്സിൻ എന്ന വാക്കിൽ നിന്നാണ് ഓക്സിൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. സോ ഓക്സിൻ എന്ന് പറഞ്ഞാൽ ടു ഗ്രോ എന്നാണ് അർത്ഥം. സോ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. ഓക്കെ, ഇറ്റ് വാസ് ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ യൂറിൻ. സോ ഓക്സിൻ ആദ്യം ഐസൊലേറ്റ് ചെയ്തത് പ്ലാന്റിൽ നിന്നല്ല, ഹ്യൂമൻ യൂറിനിൽ നിന്നാണ് ഓക്സിൻ ആദ്യം ഐസൊലേറ്റ് ചെയ്തത്. We can classify auxins into 2 types, natural auxins and synthetic auxins. Auxinsine 2 ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്യാം, നാച്ചുറൽ ഓക്സിൻസും സിന്തറ്റിക് ഓക്സിൻസും. സോ ഫസ്റ്റ് വൺ, നാച്ചുറൽ ഓക്സിൻസ്. ദേ ആർ പ്രസൻറ്റ് നാച്ചുറലി ഇൻ പ്ലാന്റ്സ്. നാച്ചുറലി പ്ലാന്റ്സിൽ കാണുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിൻസ് ആണ് നാച്ചുറൽ ഓക്സിൻസ്. ഓക്കെ, ഏതൊക്കെയാണ്? ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ്. ഇത് രണ്ടും നാച്ചുറലി പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിൻസ് ആണ്. ദേ ആർ എക്സാമ്പിൾസ് ഫോർ നാച്ചുറൽ ഓക്സിൻസ്. നെക്സ്റ്റ് ഗ്രൂപ്പ്, സിന്തറ്റിക് ഓക്സിൻസ്. ദേ ആർ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ്. ഓക്കെ, ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിന്തസൈസ് ചെയ്യുന്ന ഓക്സിൻസ് ആണ് സിന്തറ്റിക് ഓക്സിൻസ്. സിന്തറ്റിക് ഓക്സിൻസിന് എക്സാമ്പിളാണ് NaA, നാഫ്തലിൻ അസറ്റിക് ആസിഡ്, 2,4-D, 2,4-dichlorophenoxy അസറ്റിക് ആസിഡ്. ഇത് രണ്ടും സിന്തറ്റിക് ഓക്സിൻസിന് എക്സാമ്പിൾസ് ആണ്. ലൊക്കേഷൻ, ദേ ആർ ജനറലി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്രോയിങ് എപ്പിസസ് ഓഫ് ദ സ്റ്റെംസ് ആൻഡ് റൂട്ട്സ് ഫ്രം വെയർ ദേ മൈഗ്രേറ്റ് ടു ദ റീജിയൻസ് ഓഫ് ദെയർ ആക്ഷൻ. നെക്സ്റ്റ്, ഓക്സിൻ്റെ ലൊക്കേഷൻ. സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും അപ്പെക്സിലാണ് ഓക്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്സിൻ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും എപ്പെക്സിലാണ്. ഇനി പിന്നീട് അവ എവിടെയാണോ ഫങ്ഷൻ ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ മൂവ് ചെയ്യും. സോ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദേ ആർ പ്രൊഡ്യൂസ്ഡ് മോർ ഇൻ അപ്പെക്സ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. ഓക്സിൻസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇനീഷ്യേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിങ്സ്, ഹെൽപ്പ് ഇൻ പ്ലാന്റ് പ്രൊപ്പഗേഷൻ. സ്റ്റെമ്മിൻ്റെ ഭാഗം കുത്തിവെച്ച് നമ്മൾ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഇങ്ങനെ സ്റ്റെം ഓർ കമ്പ് കുത്തിവെച്ചാൽ കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ അതിൽ റൂട്ട് ഫോം ചെയ്ത് കാണാം. ഇങ്ങനെ റൂട്ട് ഫോമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിൻസ് ആണ്. ദാറ്റ് ഈസ് ദേ ആർ ഇനീഷ്യേറ്റിംഗ്, ദേ ആർ സ്റ്റാർട്ടിംഗ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിങ്സ്. അതുകൊണ്ട് തന്നെ ദേ ആർ യൂസ്ഡ് ഇൻ പ്ലാന്റ് പ്രൊപ്പഗേഷൻ. അതുകൊണ്ട് പ്ലാന്റ് പ്രൊപ്പഗേഷനിൽ യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിൻ. ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ നിന്നോ ലീവ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പാർട്സിൽ നിന്നോ പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ. സോ സ്റ്റെം കട്ടിങ്ങിൽ റൂട്ട് ഫോമേഷന് സഹായിക്കുന്നത് കൊണ്ട് ഈ ഹോർമോൺസിന് പ്ലാന്റ് പ്രൊപ്പഗേഷൻ പ്രോസസ്സിൽ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ട് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾസ്. പൈനാപ്പിളിൽ കൂടുതൽ ഫ്ലവർ ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിൻ. പ്രിവെൻറ്റ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജ്. യങ് ലീവ്സും ഫ്രൂട്ട്സും പാകമാവുന്നതിന് മുമ്പ് വീണു പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത് ഓക്സിൻസ് ആണ്. ദേ ആർ പ്രിവെൻറ്റിംഗ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജസ്. പ്രൊമോട്ട് ആബ്സിഷൻ ഓഫ് ഓൾഡർ മെച്വർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പിന്നീട് പാകമായ ലീവ്സും ഫ്രൂട്ട്സും കൊഴിഞ്ഞു പോകുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ഓക്സിൻസ് ആണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ, പ്രൊമോട്ട് എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസിന് സഹായിക്കുന്നു. എന്താണ് എപ്പിക്കൽ ഡോമിനൻസ്? Phenomenon by which the apical bud if active suppress the activity of lateral buds, so plants elongate without forming branches. Apical dominance എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ അപ്പെക്സിൽ കാണുന്ന ബഡ് നന്നായിട്ട് ഗ്രോ ചെയ്യും, നന്നായി വളരും. പക്ഷേ ലാറ്ററൽ ബഡ് അല്ലെങ്കിൽ സൈഡിൽ കാണുന്ന ബഡ്സിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും, വളർച്ചയെ പ്രിവെൻറ്റ് ചെയ്യും. അതുകൊണ്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യും? പ്ലാന്റ്സ് നീളം വെക്കും, പക്ഷേ ബ്രാഞ്ചസ് ഫോം ചെയ്യില്ല. അതായത് അപ്പെക്സ് ഡോമിനൻ്റ് ആണ്. ഇതാണ് എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസിന് സഹായിക്കുന്ന ഹോർമോൺസ് ആണ് ഓക്സിൻസ്.
എപ്പിക്കൽ ഡോമിനൻസ് മീൻസ് പ്ലാന്റിൻ്റെ എപ്പെക്സ് റീജിയൺ നന്നായി വളരും, ബ്രാഞ്ചസ് ഗ്രോ ചെയ്യില്ല, ലാറ്ററൽ ബഡ്സ് ഗ്രോ ചെയ്യില്ല. പക്ഷേ ഇത് എല്ലാ പ്ലാന്റ്സിൻ്റെ കേസിലും യൂസ്ഫുൾ അല്ല. ചില പ്ലാന്റ്സിൻ്റെ കേസിൽ എപ്പിക്കൽ ഡോമിനൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡീകാപ്പിറ്റേഷൻ ചെയ്യും. അതായത് ഷൂട്ട് ടിപ്സ് റിമൂവ് ചെയ്യും, എപ്പെക്സ് റീജിയണ് റിമൂവ് ചെയ്യും. അങ്ങനെ ചെയ്താൽ എപ്പിക്കൽ ഡോമിനൻസ് നടക്കില്ല, ലാറ്ററൽ ബ്രാഞ്ചസ് ഫോം ചെയ്യും, ലാറ്ററൽ ബഡ് ഫോമേഷൻ നടക്കും. ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ഷൂട്ട് ടിപ്സ് ഓർ ഡീകാപ്പിറ്റേഷൻ യൂഷ്വലി റിസൾട്ട്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ് ഇൻ ടീ പ്ലാന്റേഷൻ, ഹെഡ്ജ് മേക്കിംഗ് എക്സെട്ര. അതായത് ടീ പ്ലാന്റേഷൻ്റെ കേസിൽ, ടീ പ്ലാന്റ്സിൻ്റെ കേസിൽ ഷൂട്ട് ടിപ്പ് റിമൂവ് ചെയ്യും. ഷൂട്ട് ടിപ്പ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീകാപ്പിറ്റേഷൻ. സോ എപ്പിക്കൽ ഡോമിനൻസ് നടക്കില്ല, ലാറ്ററൽ ബഡ്സ് അല്ലെങ്കിൽ ലാറ്ററൽ ബ്രാഞ്ചസ് ഫോം ചെയ്യും. ഇതേ സംഭവം എവിടെ കൂടി ചെയ്യുന്നുണ്ട്? ഹെഡ്ജ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലും കൂടി ചെയ്യുന്നുണ്ട്. ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ കൊണ്ട് മതിൽ കെട്ടുന്നതാണ് ഹെഡ്ജ് മേക്കിംഗ്. സോ ഹെഡ്ജ് മേക്കിങ്ങിന് വേണ്ടിയും എപ്പിക്കൽ ഡോമിനൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. എപ്പിക്കൽ ഡോമിനൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡീകാപ്പിറ്റേഷൻ ചെയ്യും. നെക്സ്റ്റ് ഫംഗ്ഷൻ ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി, ഫോമേഷൻ ഓഫ് സീഡ്ലെസ് ഫ്രൂട്ട്സ്. പാർത്തനോകാർപ്പി പ്രോസസ്സിനെ സഹായിക്കുന്നത് ഓക്സിൻസ് ആണ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് പാർത്തനോകാർപ്പി. അതുകൊണ്ട് സീഡ് ഫോമേഷൻ നടക്കില്ല, സീഡില്ലാത്ത ഫ്രൂട്ട്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് ടൊമാറ്റോ പ്ലാന്റ്സിൽ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്നത് ഓക്സിൻസ് ആണ്. യൂസ്ഡ് ആസ് ഹെർബിസൈഡ്. എക്സാമ്പിൾ 2,4-D യൂസ്ഡ് ഇൻ ലോൺ മേക്കിംഗ്, റിമൂവ് വീഡ്സ്. ഹെർബിസൈഡായും ഓക്സിൻസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഹെർബിസൈഡ് എന്ന് പറഞ്ഞാൽ കളനാശിനി, അതായത് ഹെർബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ്. ഓക്കെ, ഹെർബിസൈഡ്. അഗ്രികൾച്ചറൽ ഫീൽഡിൽ വളരുന്ന അൺവാണ്ടഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ അനാവശ്യമായി വളരുന്ന പ്ലാന്റ്സ് ആണ് ഹെർബ്സ്. ഈ ഹെർബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹെർബിസൈഡാണ് ഓക്സിൻ. ഹെർബിസൈഡായി യൂസ് ചെയ്യുന്ന ഓക്സിൻസിന് ഒരു എക്സാമ്പിളാണ് 2,4-D. ഓക്കെ, 2,4-D ഒരു ഹെർബിസൈഡാണ്. ദാറ്റ് ഈസ് വീഡ്സ് ഓർ അൺവാണ്ടഡ് പ്ലാന്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സ്പ്രേ ചെയ്യുന്ന ഹോർമോണാണ് 2,4-D. സോ നമ്മളൊരു ഫീൽഡിൽ അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആവശ്യമില്ലാണ്ട് വളരുന്ന പ്ലാന്റ്സിന് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2,4-D സ്പ്രേ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ലോൺ മേക്കിംഗ്. അതുകൊണ്ട് ഇതിന് ലോൺ മേക്കിങ്ങിന് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ലോണ് അതായത് പുൽത്തകിടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ഈ 2,4-D യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുൽത്തകിടിയിൽ പുല്ലിൻ്റെ ഇടയിൽ വളരുന്ന മറ്റ് പ്ലാന്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കൺട്രോൾ സൈലം ഡിഫറൻസിയേഷൻ ആൻഡ് ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. സൈലം ഡിഫറൻസിയേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സെൽ ഡിവിഷനും ഓക്സിൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഓക്സിൻസ്. നെക്സ്റ്റ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ആണ് ഗിബർലിൻസ്. നമ്മൾ ഓക്സിന് ഡിസ്കസ് ചെയ്തു, ഓക്സിൻ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. സോ നെക്സ്റ്റ് വൺ ഗിബർലിൻസ്. മോർ ദാൻ 100 ഗിബർലിൻസ് ആർ ദെയർ. 100 കൂടുതൽ ഗിബർലിൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ നിന്നും ഫംഗസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത 100 കൂടുതൽ ഗിബർലിൻസ് ഉണ്ട്. ഡിനോട്ടഡ് ആസ് GA1, GA2, GA3 ആൻഡ് സോ ഓൺ. എങ്ങനെയാണ് ഗിബർലിൻസ് ഡിനോട്ട് ചെയ്യുക? GA1, GA2, GA3 ഇങ്ങനെയാണ് ഗിബർലിൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഗിബർലിക് ആസിഡ് GA3 വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഗിബർലിൻസ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് റിമെയിൻസ് ദ മോസ്റ്റ് ഇൻറ്റൻസീവ്ലി സ്റ്റഡീഡ് ഫോം. ഇതിൽ ആദ്യം കണ്ടെത്തിയത് ഗിബർലിക് ആസിഡ് 3 ആണ്, GA3 ആണ്. ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടത്തിയതും GA3യിലാണ്. ഓൾ ഗിബർലിക് ആസിഡ്സ് ആർ അസിഡിക്. എല്ലാ ഗിബർലിക് ആസിഡ്സും അസിഡിക് ആണ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഗിബർലിക് ആസിഡ് ഓർ ഗിബർലിൻസ് നോക്കാം. ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റെം, ഇന്റർനോഡ്സ്. സ്റ്റെമ്മിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അതായത് ഇന്റർനോഡ്സിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് സ്റ്റെമ്മിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. 2 നോഡ്സിൻ്റെ ഇടയിലായി കാണുന്ന സ്പേസ് ആണ് ഇന്റർനോഡ്സ്. സോ ഇന്റർനോഡ്സിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു, സ്റ്റെമ്മിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇലോങ്ങേറ്റ് ആൻഡ് ഇംപ്രൂവ് ദ ഷേപ്പ് ഓഫ് ഫ്രൂട്ട്സ് ലൈക്ക് ആപ്പിൾ. ആപ്പിളിൻ്റെ ഷേപ്പ് അതേപോലെ അട്രാക്റ്റീവായി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ഗിബർലിൻസ് ആണ്. ഡിലേ സെനസെൻസ്, ഏജിംഗ് പ്രോസസ് ഇൻ പ്ലാന്റ്സ്. സെനസെൻസ് ഡിലേ ചെയ്യാൻ സഹായിക്കുന്നു. സെനസെൻസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് പഴുക്കുന്നതിനെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് പ്ലാന്റ്സിലുള്ള ഏജിംഗ് പ്രോസസ് ഓർ മെച്ചുറിങ് പ്രോസസ്സാണ് സെനസെൻസ്. സെനസെൻസ് എന്തിനാണ് ഡിലേ ചെയ്യുന്നത്? ഓരോ ഫ്രൂട്ടിൻ്റെയും സീസൺ ആകുമ്പോഴേക്ക് ഫ്രൂട്ട്സ് പഴുക്കാൻ വേണ്ടിയാണ് ഡിലേ ചെയ്യുന്നത്.
സോ ഫ്രൂട്ട്സ് ഒന്നിച്ച് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒന്നിച്ച് ഹാർവെസ്റ്റ് ചെയ്താൽ ഫാമേഴ്സിന് ഈ ഫ്രൂട്ട്സ് ഒന്നിച്ച് സെല് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഫാമർക്ക് പ്രോഫിറ്റ് കിട്ടും. ഗിബർലിക് ആസിഡ് 3 ഈസ് യൂസ്ഡ് ഇൻ ബ്രൂയിങ് ഇൻഡസ്ട്രി ടു സ്പീഡ് അപ്പ് മാൾട്ടിംഗ്. ബിവറേജസ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സാണ് മാൾട്ടിംഗ്. ഓക്കെ, ഈ മാൾട്ടിംഗ് പ്രോസസ്സിന് സഹായിക്കുന്നത് ഗിബർലിക് ആസിഡ് 3 ആണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഇൻക്രീസ് ലെങ്ത് ഓഫ് ഷുഗർ കെയിൻ സ്റ്റംസ്, ഇൻക്രീസ് ക്രോപ്പ് പ്രൊഡക്ഷൻ. ഷുഗർ കെയിനിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഷുഗർ കെയിനിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അത്രത്തോളം ഷുഗർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ ദിസ് ഹോർമോൺ ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ ലെങ്ത് ഓഫ് ഷുഗർ കെയിൻ ആൻഡ് ഓൾസോ ക്രോപ്പ് പ്രൊഡക്ഷൻ. ഏർലി സീഡ് പ്രൊഡക്ഷൻ ഇൻ കോണിഫേഴ്സ്. കോണിഫേഴ്സിൻ്റെ കേസിൽ സീഡ് പ്രൊഡക്ഷനെ സഹായിക്കുന്നു. പ്രൊമോട്ട് ബോൾട്ടിംഗ്, പ്രോസസ് ഓഫ് internodal elongation just before flowering in some plants. In case of beetroot, cabbage, etc. helps in bolting. ബോൾട്ടിംഗ് പ്രോസസ്സിനെ സഹായിക്കുന്നു. അതായത് ഫ്ലവറിങ്ങിന് മുമ്പായി ഇന്റർനോഡ്സ് ഇലോങ്ങേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ബോൾട്ടിംഗ്. ഈ ബോൾട്ടിംഗ് കാണുന്നത് റോസെറ്റ് ഹാബിറ്റ് കാണിക്കുന്ന പ്ലാന്റ്സിലാണ്. റോസ് പോലെ ലീവ്സ് അറേഞ്ച് ചെയ്യുന്നതാണ് റോസെറ്റ് ഹാബിറ്റ്. ബീട്രൂട്ട്, ക്യാബേജ് ഇതൊക്കെ റോസെറ്റ് ഹാബിറ്റ് കാണിക്കുന്ന പ്ലാന്റ്സ് ആണ്. സോ ക്യാബേജ് അല്ലെങ്കിൽ ബീട്രൂട്ട് പ്ലാന്റ്സിൽ ഫ്ലവറിങ്ങിന് മുമ്പായി അതിൻ്റെ ഇന്റർനോഡ്സ് ഇലോങ്ങേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സാണ് ബോൾട്ടിംഗ്. ബോൾട്ടിങ്ങിനെ സഹായിക്കുന്നത് ഗിബർലിൻസ് ആണ്. ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റോക്സ്. ഗ്രേപ്പിൻ്റെ സ്റ്റോക്സിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. നെക്സ്റ്റ് ഹോർമോൺ ഓർ നെക്സ്റ്റ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ഈസ് സൈറ്റോകിനിൻസ്. ഹെൽപ്പ് ഇൻ സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസ് പ്രോസസ് ഓർ സെൽ ഡിവിഷനെ സഹായിക്കുന്ന ഹോർമോണാണ് സൈറ്റോകിനിൻസ്. ഓക്കെ, 2 ടൈപ്പ് സൈറ്റോകിനിൻസ് ഉണ്ട്, കൈനെറ്റിൻ ആൻഡ് സിയാറ്റിൻ. കൈനെറ്റിൻ ഡിസ്കവേർഡ് ഫ്രം ഹെറിംഗ് സ്പേം DNA ഡസ് നോട്ട് ഒക്യൂർ നാച്ചുറലി ഇൻ പ്ലാന്റ്സ്. ഹെറിംഗ് എന്നത് ഒരു ഫിഷാണ്. സോ ഈ ഫിഷിൻ്റെ സ്പേമിലെ DNAയിൽ നിന്നാണ് കൈനെറ്റിൻ എന്ന സൈറ്റോകൈനിൻ ഡിസ്കവർ ചെയ്തത്. സോ കൈനെറ്റിൻ പ്ലാന്റിലല്ല കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഒക്യൂറിംഗ് നാച്ചുറലി ഇൻ പ്ലാന്റ്സ്. ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ഫ്രം ഹെറിംഗ് സ്പേം DNA. സെക്കൻഡ് ടൈപ്പ് സിയാറ്റിൻ ഡിസ്കവേർഡ് ഫ്രം കോൺ കേർണൽസ് ആൻഡ് കോക്കനട്ട് മിൽക്ക് ഒക്യൂർ നാച്ചുറലി ഇൻ പ്ലാന്റ്സ്. സിയാറ്റിൻ ഡിസ്കവർ ചെയ്തത് കോൺ കേർണൽ അതായത് ചോളത്തിൽ നിന്നും കോക്കനട്ട് മിൽക്കിൽ നിന്നുമാണ്. ഓക്കെ, സോ പ്ലാന്റ്സിൽ കാണുന്ന സൈറ്റോകൈനിൻ ആണ് സിയാറ്റിൻ. ലൊക്കേഷൻ റൂട്ട് എപ്പിസസ് ഡെവലപ്പിംഗ് ഷൂട്ട് ബഡ്സ് യങ് ഫ്രൂട്ട്സ്. റാപ്പിഡായി സെൽ ഡിവിഷൻ നടക്കുന്ന റീജിയൺസിലാണ് സൈറ്റോകൈനിൻസ് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റൂട്ടിൻ്റെ എപ്പെക്സിലും റൂട്ട് എപ്പിസസ്, ഷൂട്ട് ബഡ്സിലും പുതിയ ഫ്ലവേഴ്സ് ലീവ്സ് ഒക്കെ ഫോം ചെയ്യുന്ന പ്ലേസിലും യങ് ഫ്രൂട്ട്സിലുമാണ് സൈറ്റോകൈനിൻസ് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ എഫക്റ്റ് ഓൺ സൈറ്റോകൈനസിസ് ദാറ്റ് ഈസ് സെൽ ഡിവിഷൻ. ഇതിൻ്റെ മെയിൻ ഫങ്ഷനാണ് സൈറ്റോകൈനസിസ്, ദാറ്റ് ഈസ് സെൽ ഡിവിഷനെ സഹായിക്കുന്നു. പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ലീവ്സ്, ക്ലോറോപ്ലാസ്റ്റ് ഇൻ ലീവ്സ്. പുതിയ ലീവ്സ് ഫോം ചെയ്യാനും ലീവ്സിൽ ക്ലോറോപ്ലാസ്റ്റ് ഫോം ചെയ്യാനും സഹായിക്കുന്നു. പ്രൊമോട്ട് ബ്രാഞ്ചസ്, ആക്ടിവേറ്റ് ലാറ്ററൽ ബഡ്സ് ഓൺ സ്റ്റം, ഓവർകം എപ്പിക്കൽ ഡോമിനൻസ്. സ്റ്റമ്മിൽ ബ്രാഞ്ചസ് ഫോം ചെയ്യാൻ ദാറ്റ് ഈസ് ലാറ്ററൽ ബഡ് ഫോമേഷനും സഹായിക്കുന്നു. സോ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത എപ്പിക്കൽ ഡോമിനൻസ് എന്ന പ്രോസസ്സ് ഓവർകം ചെയ്യാൻ സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ബ്രാഞ്ചസ് ഓർ ലാറ്ററൽ ബഡ് ഫോമേഷന് സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം എപ്പിക്കൽ ഡോമിനൻസ്. ഹെൽപ്പ് അഡ്വെൻറ്റീഷ്യസ് ഷൂട്ട് ഫോമേഷൻ. അഡ്വെൻറ്റീഷ്യസ് ഷൂട്ട് ഫോമേഷന് സഹായിക്കുന്നു. ദാറ്റ് ഈസ് ട്യൂബേഴ്സിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷൂട്ടാണ് അഡ്വെൻറ്റീഷ്യസ് ഷൂട്ട്. ഇതിന് സഹായിക്കുന്നത് സൈറ്റോകൈനിൻസ് ആണ്. പൊട്ടാറ്റോൻ്റെ കേസിൽ അഡ്വെൻറ്റീഷ്യസ് ഷൂട്ട് ഫോമേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സൈറ്റോകൈനിൻസ് ആണ്. പ്രൊമോട്ട് ന്യൂട്രിയൻറ്റ് മൊബിലൈസേഷൻ ആൻഡ് ഡിലേ ലീഫ് സെനസൻസ് ദാറ്റ് ഈസ് ഏജിങ് ഓഫ് ലീവ്സ്. ലീഫ് സെനസൻസ് മീൻസ് ഏജിങ് ഓഫ് ലീവ്സ്. ലീവ്സ് അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെട്ട് പൊഴിയുന്നതാണ് ലീഫ് സെനസൻസ്. സോ അങ്ങനെയുള്ള ലീവ്സിലേക്ക് ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യുന്നത് സൈറ്റോകൈനിൻസ് ആണ്. ലീഫ് സെനസൻസ് ഡിലേ ചെയ്യാൻ സൈറ്റോകൈനിൻസ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് എത്തിലിൻ. എത്തിലിൻ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറും ആണ്, എത്തിലിൻ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്ററും ആണ്. ഓക്കെ, എത്തിലിൻ ഈസ് എ സിമ്പിൾ ഗാഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ. ഗാഷ്യസ് ഹോർമോൺ ആണ് എത്തിലിൻ. ലൊക്കേഷൻ synthesized in large amounts by tissues undergoing senescence and ripening fruits. ഓൾഡ് ലീവ്സിലും
റൈപ്പനിങ് ഫ്രൂട്ട്സിലുമാണ് എഥിലിൻ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫ്രൂട്ട്സ് റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് എഥിലിൻ ആണ്. ഫങ്ഷൻസ് ഓഫ് എഥിലിൻ: ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് സീഡ്ലിങ്സ്, സ്വെല്ലിംഗ് ഓഫ് ദ ആക്സിസ് ആൻഡ് അപ്പിക്കൽ ഹൂക്ക് ഫോർമേഷൻ ഇൻ ഡൈക്കോട്ട് സീഡ്ലിങ്സ്. സീഡ്ലിങ്സിൻ്റെ ഹൊറിസോണ്ടൽ ഗ്രോത്തിന് സഹായിക്കുന്നു. പ്ലാന്റ്സിൻ്റെ ആക്സിസ് സ്വെല്ലിംഗ് ഓർ ഗ്രോത്തിന് സഹായിക്കുന്നു. ദാറ്റ് ഈസ് പ്ലാന്റ്സ് വളരുന്നതിനനുസരിച്ച് അതിൻ്റെ ആക്സിസ് തിക്കാവുന്നുണ്ട്. എഥിലിനാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഹൂക്ക് ഫോർമേഷന് സഹായിക്കുന്നു. ഹൂക്ക് പോലൊരു സ്ട്രക്ചർ സീഡ്സിൽ ഫോം ചെയ്യുന്നതിന് സഹായിക്കുന്നതും എഥിലിനാണ്. പ്രൊമോട്ട് സെനസെൻസ് ആൻഡ് ആബ്സിഷൻ, ദാറ്റ് ഈസ് ലീഫ് ഫാൾ ഇൻ പ്ലാന്റ്സ്. സെനസെൻസിനും ആബ്സിഷനും സഹായിക്കുന്നത് എഥിലിൻ ആണ്. എഫക്റ്റീവ് ഇൻ ഫ്രൂട്ട് റൈപ്പനിങ്. സോ ഫ്രൂട്ട് റൈപ്പനിങ്ങിന് സഹായിക്കുന്നത് എഥിലിൻ ആണ്. ഇൻക്രീസ് റെസ്പിറേഷൻ റേറ്റ് ഓഫ് റൈപ്പനിങ് ഫ്രൂട്ട്സ്. ദിസ് ഇൻക്രീസ്ഡ് റെസ്പിറേഷൻ ഇൻ റൈപ്പനിങ് ഫ്രൂട്ട്സ് ഈസ് കോൾഡ് റെസ്പിറേറ്ററി ക്ലൈമാക്റ്റിക്. റൈപ്പനിങ് ഫ്രൂട്ട്സിൽ റെസ്പിറേഷൻ റേറ്റ്, അതായത് റെസ്പിറേഷൻ്റെ പവർ, റെസ്പിറേഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് എഥിലിൻ ആണ്. റൈപ്പനിങ് ഫ്രൂട്ട്സിൽ റെസ്പിറേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ റെസ്പിറേഷൻ ക്ലൈമാക്റ്റിക് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രൂട്ട്സ് റൈപ്പൻ ആവുന്ന സമയത്ത് റെസ്പിറേഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഇതിന് സഹായിക്കുന്നത് എഥിലിൻ ആണ്. ബ്രേക്ക് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി. സീഡ് ഡോർമൻസി മീൻസ് പ്ലാന്റ്സിൻ്റെ സീഡ് ജേർമിനേറ്റ് ചെയ്യാത്ത കണ്ടീഷനാണ്. ഓക്കെ, സോ ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നത് എഥിലിനാണ്. സീഡിൻ്റെയും ബഡിൻ്റെയും ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ എഥിലിന് സഹായിക്കുന്നു. സോ ഡോർമൻസി ബ്രേക്ക് ചെയ്താൽ സീഡും ബഡും നെക്സ്റ്റ് ഗ്രോ ചെയ്യും. ഇനീഷ്യേറ്റ് ജാമിനേഷൻ ഇൻ പീനട്ട് സീഡ്സ്, സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടാറ്റോ ട്യൂബേഴ്സ്. പീനട്ട് സീഡിൻ്റെ ജാമിനേഷനും പൊട്ടാറ്റോ ട്യൂബേഴ്സ് സ്പ്രൗട്ട് ചെയ്യുന്നതിനും മുളക്കുന്നതിനും സഹായിക്കുന്ന ഹോർമോണാണ് എഥിലിൻ. പ്രൊമോട്ട് റാപ്പിഡ് ഇന്റർനോഡ് ഓർ petiole elongation in deep water rice plants. It helps leaves or upper parts of the shoot to remain above the water. റൈസ് പ്ലാന്റ്സിൻ്റെ ഫാമിലിയിൽ ഉൾപ്പെടുന്ന വേറൊരു ടൈപ്പ് റൈസ് പ്ലാന്റ് ആണ് ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്. സാധാരണ റൈസ് പ്ലാന്റിന് വളരാൻ ആവശ്യമായ വെള്ളത്തിൻ്റെ അളവിലും ഒരുപാട് കൂടുതൽ വെള്ളം ആവശ്യമായ റൈസ് പ്ലാന്റ്സ് ആണ് ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്സ്. സോ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്സിൻ്റെ ഇൻ്റർനോഡ്സ് ഇലോങ്ങേറ്റ് ചെയ്യുന്നതിനും ലീഫിൻ്റെ petiole ഇലോങ്ങേറ്റ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നത് എഥിലിനാണ്. ഇങ്ങനെ ഇലോങ്ങേഷൻ നടക്കുന്നില്ലെങ്കിൽ ഈ റൈസ് പ്ലാന്റ്സ് വെള്ളത്തിൻ്റെ അടിയിലായി പോകും. ഓക്കെ, ഷൂട്ടിൻ്റെ മുകൾ ഭാഗം വെള്ളത്തിൻ്റെ മുകളിലായി നിൽക്കാൻ വേണ്ടി ഇൻ്റർനോഡ് ഓർ petiole ഇലോങ്ങേഷൻ നടക്കണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എഥിലിനാണ്. It promotes root growth and root hair formation, thus helping the plants to increase their absorption surface. റൂട്ട് വളരുന്നതിനും റൂട്ട് ഹെയർ ഫോം ചെയ്യുന്നതിനും എഥിലിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റൂട്ട് ഹെയർസ് ആണ് പ്ലാന്റ്സിന് ആവശ്യമായ വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യുന്നത്. സോ കൂടുതൽ റൂട്ട് ഹെയർ ഫോം ചെയ്താൽ കൂടുതൽ അബ്സോർപ്ഷൻ നടക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ അബ്സോർപ്ഷൻ സർഫസ്. ഇനീഷ്യേറ്റ് ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ട് സെറ്റ് ഇൻ പൈനാപ്പിൾ. ഓക്കെ, പൈനാപ്പിൾ പ്ലാന്റ്സിൽ ഫ്ലവറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഫ്ലവർ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് എഥിലിനാണ്. ഫ്രൂട്ട് സെറ്റ് ഫോം ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എല്ലാ പൈനാപ്പിൾ പ്ലാന്റ്സിലും ഒരേ സമയത്ത് ഫ്ലവർ ഫോം ചെയ്യാനും ഒരേ സമയത്ത് ഫ്രൂട്ട്സ് ഫോം ചെയ്യാനും ഇതുവഴി സാധിക്കുന്നു. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് എഥിലിനാണ്. ഇൻഡ്യൂസ് ഫ്ലവറിംഗ് ഇൻ മാംഗോ. മാംഗോ ട്രീസിൽ ഫ്ലവറിങ്ങിന് ഇൻഡ്യൂസ് ചെയ്യുന്നത് എഥിലിനാണ്. ഫ്ലവറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് എഥിലിനാണ്. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് എഥിലിൻ. Next one, ethiphone. It is used as a source of ethylene. It is an aqueous solution. It is readily absorbed and transported within the plant and releases ethylene slowly. എഥിലിൻ്റെ സോഴ്സ് ആണ് എഥിഫോൺ. എഥിലിൻ ഗ്യാഷ്യസ് ഹോർമോൺ ആണ്. സോ അതിനെ സ്റ്റോർ ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. എഥിലിൻ എഥിഫോൺ ആയാണ് സ്റ്റോർ ചെയ്യുന്നത്. എഥിഫോൺ അക്വസ് ഓർ വാട്ടറി സൊല്യൂഷൻ ആണ്. സോ എഥിലിനെ എഥിഫോൺ ആയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, it is readily absorbed and transported within the plant and releases ethylene slowly. എഥിഫോൺ പ്ലാന്റ്സിൽ യൂസ് ചെയ്താൽ പ്ലാന്റ്സ് എഥിഫോണിനെ അബ്സോർബ് ചെയ്യും. പിന്നീട് എഥിഫോണിൽ നിന്നും എഥിലിന് റിലീസ് ചെയ്യും. എഥിലിൻ ഗ്യാസ് ആയതുകൊണ്ട് സ്പ്രേ ചെയ്താൽ എഫക്റ്റീവ് ആവണമെന്നില്ല. സോ എഥിഫോണിൻ്റെ ഫോമിലായിരിക്കും പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അക്വസ് ഫോം ആയതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഓർത്ത് വെക്കണം, എഥിലിൻ ഗ്യാഷ്യസ് ഹോർമോൺ ആണ്, എഥിഫോൺ അക്വസ് സൊല്യൂഷൻ ആണ്. ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ്? ഹെൽപ്സ് ഇൻ ഫ്രൂട്ട് റൈപ്പനിങ് ഇൻ ടൊമാറ്റോസ്, ആപ്പിൾ.
ടൊമാറ്റോ, ആപ്പിൾ ഇതിൻ്റെയൊക്കെ കേസിൽ ഫ്രൂട്ട് റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് എഡിഫോൺ ആണ്. ആക്സിലറേറ്റ് ആബ്സിഷൻ ഇൻ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്, തിന്നിങ് ഓഫ് കോട്ടൺ, ചെറി, വാൾനട്ട് എക്സെട്ര. ഫ്ലവേഴ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ആബ്സിഷനെ സഹായിക്കുന്നു. ദാറ്റ് ഈസ് കോട്ടൺ, ചെറി, വാൾനട്ട് ഇതിൻ്റെയൊക്കെ കേസിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, വിളവെടുക്കേണ്ട സമയത്ത് പറിച്ചെടുക്കുന്നതിന് പകരം എഡിഫോൺ യൂസ് ചെയ്താൽ ഇവയൊക്കെയും ഒന്നിച്ച് ഫോൾ ചെയ്യും. ഇതിനെയാണ് തിന്നിങ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബർ. കുക്കുംബറിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ഫോം ചെയ്യാൻ സഹായിക്കുന്നത് എഡിഫോൺ ആണ്. നെക്സ്റ്റ് ഈസ് ആബ്സിസിക് ആസിഡ് ഓർ ABA. ആബ്സിസിക് ആസിഡ് ആക്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓർ ആൻറ്റഗോണിസ്റ്റിക് ടു ഗിബർലിൻസ്. നെക്സ്റ്റ് ഹോർമോണാണ് ആബ്സിസിക് ആസിഡ്. ഗിബർലിൻസിന് ഓപ്പോസിറ്റായി ഫങ്ഷൻ ചെയ്യുന്ന ഹോർമോണാണ് ആബ്സിസിക് ആസിഡ്. ഗിബർലിൻസ് പ്ലാന്റ്സിൻ്റെ ഇലോങ്ങേഷൻ പ്രോസസ്സിന് സഹായിക്കുന്നു. ആബ്സിസിക് ആസിഡ് ആബ്സിഷനും ഡോർമൻസി റെഗുലേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ്? റെഗുലേറ്റ് ഓർ പ്രൊമോട്ട് ആബ്സിഷൻ ആൻഡ് സീഡ് ഡോർമൻസി. ആബ്സിഷനെ സഹായിക്കുന്നു, സീഡ് ഡോർമൻസി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ഓർ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഇൻഹിബിറ്റ്സ് സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യാനും ദാറ്റ് ഈസ് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഡ്യൂസ് ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ, ഹെൽപ്സ് പ്ലാന്റ്സ് ഡ്യൂറിങ് വാട്ടർ സ്ട്രെസ്, ഓൾസോ കോൾഡ് സ്ട്രെസ് ഹോർമോൺ. ഡിഫറെൻറ്റ് സ്ട്രെസ്സിനെ ടോളറേറ്റ് ചെയ്യാൻ പ്ലാന്റ്സിനെ സഹായിക്കുന്നത് ആബ്സിസിക് ആസിഡാണ്. ദാറ്റ് ഈസ് ഇൻ ദി കേസ് ഓഫ് വാട്ടർ സ്ട്രെസ്, ഹോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ പ്ലാന്റ്സിൽ നിന്നും കൂടുതൽ വാട്ടർ നഷ്ടപ്പെടും, പ്ലാന്റ്സിൽ വാട്ടറിൻ്റെ അളവ് കുറയും. ദാറ്റ് ഈസ് വാട്ടർ സ്ട്രെസ് അനുഭവപ്പെടും. വാട്ടർ കുറയുന്ന സമയത്ത് പ്ലാന്റ്സിന് വാട്ടർ സ്ട്രെസ് അനുഭവപ്പെടും. ഈ കണ്ടീഷനിൽ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്താൽ സ്റ്റൊമാറ്റോ വഴിയുള്ള വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ സ്റ്റൊമാറ്റോ ക്ലോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആബ്സിസിക് ആസിഡാണ്. ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സീഡ് ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷൻ ആൻഡ് ഡോർമൻസി. സീഡ് ഡെവലപ്മെൻറ്റിനും മെച്ചുറേഷനും സീഡ് ഡോർമൻസിക്കും സഹായിക്കുന്നു. ഫേവറബിൾ കണ്ടീഷൻ ആവുന്നതുവരെ സീഡ് ഡോർമൻസി സ്റ്റേജിൽ തന്നെ നിൽക്കും. ഓക്കെ, ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആബ്സിസിക് ആസിഡാണ്. അൺഫേവറബിൾ കണ്ടീഷനിൽ സീഡിനെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നത് ആബ്സിസിക് ആസിഡാണ്. ഹെൽപ്സ് ടു വിത്ത്സ്റ്റാൻഡ് അൺഫേവറബിൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്ലാന്റ് ഗ്രോത്ത് സമയത്ത് അൺഫേവറബിളായ കണ്ടീഷന് വന്നാൽ പ്ലാന്റ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്നത് ആബ്സിസിക് ആസിഡാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫോട്ടോപീരിയോഡിസം. ഇറ്റ് ഈസ് ദ ഫ്ലവറിംഗ് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു ദ റിലേറ്റീവ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഡേയുടെയും നൈറ്റിൻ്റെയും ലെങ്ത്തിനനുസരിച്ച് പ്ലാന്റ്സ് ഡിഫറെൻ്റ് ആയാണ് ഗ്രോ ചെയ്യുന്നത്. ഈ ഒരു ഫിനോമിനനാണ് ഫോട്ടോപീരിയോഡിസം. ഇറ്റ് ഈസ് ദ ഫ്ലവറിംഗ് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ബേസ്ഡ് ഓൺ ഫോട്ടോപീരിയോഡിക് റെസ്പോൺസ് ദർ ആർ 3 ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, ഓരോ പ്ലാന്റിൻ്റെയും ഫോട്ടോപീരിയോഡിക് റെസ്പോൺസ് ബേസ് ചെയ്ത് പ്ലാന്റ്സിനെ 3ആയി ഡിവൈഡ് ചെയ്യാം. ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഡയഗ്രത്തിൽ ഒരു ടേം ഉണ്ട്, ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡ്. ഒരു ദിവസത്തിൻ്റെ പകുതി സമയമാണ് ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡ്. ഒരു ദിവസം 24 hours, സോ ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡ് 12 hours. ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്, ലോങ് ഡേ പ്ലാന്റ്സ്, റിക്വയർ ലോങ് ഡേയ്സ് ആൻഡ് ഷോർട്ട് നൈറ്റ്സ് ഫോർ ഏർലി ഫ്ലവറിംഗ്. ഫ്ലവറിംഗ് പ്രോസസ്സിന് വേണ്ടി ഒരുപാട് നേരം സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ്സ് ആണ് ലോങ് ഡേ പ്ലാന്റ്സ്. ദാറ്റ് ഈസ് ഫ്ലവറിംഗ് നടക്കണമെങ്കിൽ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ 12 hours സമയം ആവശ്യമുള്ള പ്ലാന്റ്സ് ആണ് ലോങ് ഡേ പ്ലാന്റ്സ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഫിഗർ ഒന്ന് അനലൈസ് ചെയ്യാം. ഇതിൽ ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡ് 12 hours ആണ്. ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡിനേക്കാളും കൂടുതൽ, ദാറ്റ് ഈസ് എബവ് സൺലൈറ്റ് കിട്ടിയാൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് അറൗണ്ട് 14 to 16 hours സൺലൈറ്റ് കിട്ടിയാൽ ഈ പ്ലാന്റ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡിനേക്കാളും കുറവ്, ദാറ്റ് ഈസ് ബിലോ ആണ് സൺലൈറ്റ് കിട്ടുന്നതെങ്കിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഷോർട്ട് ഡേ പ്ലാന്റ്സ് നീഡ് ഷോർട്ട് ഡേയ്സ് ആൻഡ് ലോങ് നൈറ്റ്സ് ഫോർ ഏർലി ഫ്ലവറിംഗ്. ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ്സ് ആണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്. ഓക്കെ, ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ 12 hours കുറവ് സമയം ആവശ്യമുള്ള പ്ലാന്റ്സ് ആണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡ് 12 hours ആണ്. ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡിനേക്കാളും കുറവ്, ദാറ്റ് ഈസ് ബിലോ സൺലൈറ്റ് കിട്ടിയാൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് 8 to 10 hours വരെ സൺലൈറ്റ് കിട്ടിയാൽ ഈ പ്ലാന്റ്സ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡിനേക്കാളും കൂടുതൽ,
ദാറ്റ് ഈസ് എബവ് സൺലൈറ്റ് കിട്ടിയാൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് ഫ്ലവറിങ് ഇൻ ഓൾ ഡേ ലെങ്ത്. ഫ്ലവറിങ്ങും സൺലൈറ്റും തമ്മിൽ റിലേഷൻ ഇല്ല ഡേ ന്യൂട്രൽ പ്ലാന്റ്സിൻ്റെ കേസിൽ. ഇങ്ങനെയുള്ള പ്ലാന്റ്സിൽ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്ലവറിങ് നടക്കും.